بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ഷേഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, മുമ്പ് നാം ഒരു ക്ലാസ്സിൽ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന കിതാബിനെ കുറിച്ചും അതിൽ മഹാനായ ഇമാം ഷഅറാനി തങ്ങൾ ഇബ്നു അറബി തങ്ങളുടെ ഖൗല് ഉദ്ധരിച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നല്ല രണ്ടല്ല 2 ലക്ഷം ആദമുകൾ ഉണ്ട് എന്ന വലിയൊരു അറിവ് നമുക്ക് ലഭിക്കുകയുണ്ടായി. 2 ലക്ഷം ആദം അള്ളാഹു പടച്ചു. ഇത് പറയുന്നത് ഇമാം അൽ ഖുത്ബ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന കിതാബിന്റെ 41-ാമത്തെ പേജിലാണ്. ആ വിവരണത്തിന് ശേഷം മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ഇബ്നു അറബി തങ്ങളെ തൊട്ട് മറ്റ് വലിയൊരു അറിവ് കൂടി വിശദീകരിക്കുന്നുണ്ട്. യവാഖീത്തിന്റെ 41-ാമത്തെ പേജ്. 2 ലക്ഷം ആദമിനെ പറ്റി പറഞ്ഞതുപോലെ ഇത്ര കൃത്യമായി ഈ ഒരു അറിവ് ലോകത്തിന് നൽകിയത് ഒരു പക്ഷേ ഇബ്നു അറബി തങ്ങളായിരിക്കാം. കാരണം നാം പലരും കേട്ടതാണ്, പലരും കേൾക്കാത്തതാണ്. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ പിറക്കാത്ത പുത്രനാണ് മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. അറബി തങ്ങള് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ മുരീദാണ്. മഹാനവറുകള് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ ഹദ്റത്തിൽ ഇരിക്കുമ്പോ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ പറഞ്ഞു, എനിക്ക് 49 മക്കളുണ്ട്. 50-ാമത്തെ ഒരു പുത്രൻ കൂടി എനിക്കുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളുടെ മുതുക് എന്റെ മുതുകിനോട് ചേർത്ത് വെക്കുക എന്ന് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ അഷ്ശൈഖ് അൽ അറബി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ മുരീദിനോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് മഹാന്മാർക്ക് അതൊന്നൊരു വിഷയമല്ലല്ലോ. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പുത്രനായി
പിറക്കാത്ത പുത്രനായി ഇബ്നു അറബി തങ്ങളുടെ ബാപ്പയായ അറബി തങ്ങൾക്ക് മഹാനവറുകൾ ജനിച്ചു. അതും ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ 89ാമത്തെ വയസ്സിൽ. ഗൗസുൽ ആലം തങ്ങൾ പാപ്പ വഫാത്താകുന്നതിന്റെ ഒരു വർഷം മുമ്പാണ് മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മഹാനായ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപ്പ അറബി തങ്ങള് ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഹളറത്തിൽ വരികയുണ്ടായി. അപ്പോൾ ഗൗസുൽ ആലം തങ്ങൾ പാപ്പ മുഹിയുദ്ദീൻ ഇബ്നു അറബി തങ്ങളെ പറ്റി പറഞ്ഞത്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തൗഹീദിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ കുട്ടിയായിരിക്കുമെന്നാണ്. അങ്ങനെ ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഇബ്നു അറബി തങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ആ മഹാനവറുകളാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോ ഇനി പറയാൻ പോകുന്ന കാര്യം അത് കുറച്ച് കടുകട്ടിയുള്ള വിഷയമാണ്. എങ്ങനെയാണ് ഇത്ര കൃത്യമായ അറിവ് ഈ മഹാന് കിട്ടി എന്നാരും സംശയിക്കണ്ട. അത് കിട്ടേണ്ടവരിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഈ യവാഖീത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ അമ്പിയാക്കളോടും എല്ലാ ഔലിയാക്കളോടും നേരിട്ട് സംസാരിക്കാനുള്ള വലിയ കഴിവ് അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്നു അറബി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ നാം വിഷയത്തിലേക്ക് കടക്കുന്നു. ജവാഖീത്തിന്റെ 41ാമത്തെ പേജിൽ കാണാം, വഖാല ഫിൽ ബാബി السابع من الفتوحات. ഫുതുഹാത്തിന്റെ 7ാമത്തെ ബാബിൽ ഇബ്നു അറബി തങ്ങൾ പറയുന്നു, അഅലം, നീ മനസ്സിലാക്കുക, അന്ന ഉംറദ് ദുനിയ ലാ യുഹ്സാ ബിആലാഫി ഉലൂഫ്. ഈ ദുനിയാവിന്റെ ആയുസ് ആയിരക്കണക്കിന് വർഷങ്ങൾ എന്നൊന്നും പറഞ്ഞാൽ പോരാ. അങ്ങനെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അതിനെ വിശദീകരിക്കുന്നു. വഖാല ഫിൽ ബാബി السابع, 7ാമത്തെ ബാബില് ഇബ്നു അറബി തങ്ങൾ അതിനെ വിശദീകരിച്ച് പറയുന്നു, ഖദ് അക്മലല്ലാഹു തആല ഖൽഖൽ മുവല്ലദാതി മിനൽ ജമാദാതി വന്നബാതാതി വൽ ഹയവാനാത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിലെ ഹയവാനുകൾ, ജീവികൾ, സസ്യങ്ങൾ, നിർജീവ വസ്തുക്കൾ, ഇതിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കി 71,000 വർഷങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. മിൻ ഖൽഖൽ ആലമി ത്വബീഇ, ഈ ആലമു ത്വബീഇ, ഈ പ്രപഞ്ചം പടച്ചതിന് ശേഷം. അപ്പോ മൊത്തത്തിൽ ഒരു വിവരമാണ്, അത് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. ആലമു ത്വബീഇ, ഈ പ്രപഞ്ചത്തിന്റെ ഒറിജിൻ, അത് പടച്ച് 71,000 വർഷങ്ങൾ കൊണ്ടാണ് ഇതിലെ മൃഗങ്ങൾ, സസ്യങ്ങൾ, ജീവനില്ലാത്ത ജമാദാത്ത്, കല്ല് പോലെയുള്ള, കല്ല്, മണല് പോലെയുള്ള വസ്തുക്കളെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയത്. എന്നിട്ട് മഹാനവറുകൾ ഇബ്നു അറബി തങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണ്, സുമ്മഖാല ലമ്മൻതഹാ ഖൽഖുൽ ആലമി ത്വബീഇ, അല്ലാഹു ഈ പ്രപഞ്ചം പടച്ചു, വൻഖലാ മിൻ മുദ്ദതിഹി 54,000 സന. ശരിക്ക് ബോധത്തോടുകൂടി ശ്രദ്ധയോടുകൂടി കേട്ടാലാണ് ഈ കണക്കുകൾ മനസ്സിലാവുക, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. കാരണം ഇത് വലിയൊരു മഅരിഫത്തിന്റെ അറിവാണ് പറയുന്നത്. അല്ലാഹു ഈ പ്രപഞ്ചം പടച്ചു, വൻഖലാ മിൻ മുദ്ദതിഹി 54,000 സന, 54,000, എത്ര? 54,000 വർഷങ്ങൾ. ഈ പ്രപഞ്ചം പടച്ച് 54,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ
ഖലഖല്ലാഹു ഹാദിഹി ദുനിയാ, അല്ലാഹു ഈ ദുനിയാവിനെ പടച്ചു. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഒറിജിൻ പടച്ച് 54,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദുനിയാവിനെ പടച്ചത്. ഈ പ്രപഞ്ചം പടച്ച് 63,000 വർഷങ്ങൾക്ക് ശേഷം ഖലഖല്ലാഹുൽ ആഖിറ, അല്ലാഹു ആഖിറം പടച്ചു. അപ്പോ ഈ പ്രപഞ്ചം പടച്ച് 54,000 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു ദുനിയാവ് പടച്ചത്. ഈ പ്രപഞ്ചം പടച്ച് 63,000 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു ആഖിറം പടച്ചത്. അല്ലതീ ഹിയൽ ജന്നത്തു വന്നാർ, ആഖിറം എന്നതുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് സ്വർഗ്ഗം നരകം, അതാണ്. അപ്പോ സ്വർഗം നരകവും പടച്ചത് ഈ പ്രപഞ്ചം പടച്ചിട്ട് 63,000 വർഷങ്ങൾക്ക് ശേഷമാണ്. ഫകാന ബൈന ഖൽഖി ദുനിയാ വ ഖൽഖിൽ ആഖിറ 9,000 സന. അപ്പോൾ ദുനിയാവും ആഖിറവും പടക്കുന്നതിന്റെ ഇടയിലെ ആ കാലഘട്ടം എന്ന് പറയുന്നത് 9,000 സന, 9,000 വർഷമാണ്. അപ്പോ ദുനിയാവ് പടച്ച് 9,000 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആഖിറം പടക്കുന്നത്. അല്ലാഹു അക്ബർ. ഈ ദുനിയാവിൽ വന്നിട്ട് നമുക്ക് പലർക്കും, ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടുന്നത്. അത് ഈ കിതാബിൽ നിന്നാണ്, വേറെ കിതാബിൽ നിന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടോ? അല്ലാഹു. ഇതാണ് ഇബ്നു അറബി തങ്ങളെ പവർ. ഇത്രയും വലിയൊരു അറിവ് അവർ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. ആഖിറം ദുനിയാവ് രണ്ട് പടക്കുന്നതിന്റെ ഇടയിലുള്ള വർഷങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9,000 വർഷമാണ്. വലിഹാദാ സുമ്മിയത് ആഖിറ, ഇതുകൊണ്ടാണ് ആഖിറത്തിന് ആഖിറം എന്ന് പേര് കിട്ടിയത്. ലിതഅഖ്വിരി ഖൽഖിഹാ അൻ ഖൽഖി ദുനിയ, അതായത് അവ്വൽ ദുനിയാവാണെങ്കിൽ ആഖിർ അവസാനം, അതായത് പിന്നീട് പടച്ചത്. ദുനിയാവ് പടച്ചതിന്റെ ശേഷമാണ്, പിന്നീടാണ് പടച്ചത്. ആഖിർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്നല്ല. അതുകൊണ്ടാണ് ആഖിറത്ത് എന്നതിന് പേര് കിട്ടിയത്. കമാ സുമ്മിയത് ദുനിയ ഊല, ദുനിയാവിന്റെ മറ്റൊരു പേരാണ് ഊല, ഫസ്റ്റ്. അവ്വലിന്റെ മുഅന്നസാണല്ലോ ഊല. ദുനിയാവിന് ഊല എന്ന് പേരുണ്ട്, കാരണം ആദ്യം പഠിച്ചത് ദുനിയാവാണ്. ലിഅന്നഹാ ഖുലിഖത് ഖബ്ലഹാ, ദുനിയാവാണ് ആഖിറത്തിന് മുമ്പേ പഠിച്ചത്. വലം യജഅലില്ലാഹു തആല ലിൽ ആഖിറതി അമദൻ യൻതഹി ഇലൈഹി ബഖാഉഹാ, ആഖിറത്തിനാണെങ്കിലോ അല്ലാഹു അതിനൊരു അറ്റം നിശ്ചയിച്ചിട്ടില്ല. ഫലഹൽ ബഖാഉ ദായിം, കാലാകാലം ആഖിറത്തിന് ഒരു നിഹായത്തില്ല, അവസാനമില്ല തന്നെ. സുമഖാല, പിന്നീട് ഇബ്നു അറബി തങ്ങൾ പറയുന്നു, വഖലഖല്ലാഹു തആല ആദം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചു. ബഅദ അൻ മദാ മിൻ ഉംദിദ് ദുനിയാ, വലിയ അറിവാണ്. ദുനിയാവ് പടച്ച ശേഷം, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് പടച്ചതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആദം നബിയെ പടക്കുന്നത്? 17,000 സന. ദുനിയാവ് പടച്ച് 17,000 വർഷങ്ങൾക്ക് ശേഷമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടക്കുന്നത്. വമിൻ അംദിൽ ആഖിറത്തില്ലതി ലാ നിഹായത ലഹാ ഫിദ്ദവാം, എന്നാൽ ആഖിറം പടച്ചതിന്റെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആദം നബിയെ പടക്കുന്നത്? 8,000 സന, 8,000 വർഷങ്ങൾക്ക് ശേഷം. നേരത്തെ നമ്മൾ ആ കണക്ക് കറക്റ്റ് പറഞ്ഞു. അപ്പൊ ആഖിറം പടച്ച് 8,000 വർഷങ്ങൾക്ക് ശേഷമാണ് ആദം നബിയെ പടക്കുന്നത്. ദുനിയാവ് പടച്ച് 17,000 വർഷങ്ങൾക്ക് ശേഷമാണ്
അള്ളാഹു ആദം നബിയെ പടക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും ഇടയിലുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നതാണ് 9000 വർഷം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കി അതിൽ ഊതി വനഫഖ ഫീഹി മിർ റൂഹിഹി എന്നുള്ള സംഭവങ്ങളൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. യവാഖിത്തില് ഈ സംഭവം പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അഥവാ നമുക്ക് എന്ന് പറയുമ്പോ ഒരു ഷേഖിന്റെ കീഴിൽ ജീവിക്കുന്നവർക്ക് മഹാനവറുകൾ വലിയൊരു അറിവ് നൽകുന്നുണ്ട്. അത് ഒരാളൊരു മുറബ്ബിയായ ഷേഖിനെ പിടിച്ചാൽ പിന്നീട് മറ്റൊരു ഷേഖിലേക്ക് പോകാൻ പാടില്ല എന്ന വലിയൊരു അറിവാണ്. മഹാനവറുകൾ പറയുന്നു, ഇന്നമാ മനഅൽ അഷ്യാഖു അൽ മുരീദ മിനൽ ഇജ്തിമാഇ ബിഗൈരിഹിം മിനൽ അഷ്യാഖ്. മശായിഖന്മാർ തന്റെ മുരീദിനെ മറ്റു മശായിഖന്മാരുമായി കൂടിക്കലരിൽ നിന്ന് തടയാൻ കാരണം, അതായത് ഒരു ഷേഖ് മുറബി തന്റെ മുരീദിനോട് നീ വേറൊരു മുറബി ആ ഷേഖിന്റെ അടുത്ത് പോകരുത് എന്ന് പറയാൻ കാരണം അവൻ ഒരു വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് മഹാനവർ അതിന്റെ ഇല്ലത്ത്, അതിന്റെ കാരണം പറയണം. ഓരോ ഷേഖിന്റെയും എല്ലാ ഷേഖിന്റെയും തരീഖത്തിന്റെ വിധി എന്ന് പറയുന്നത് ഉള്ളം കൈയിനോട് ചേർന്ന് നിൽക്കുന്ന വിരല് പോലെയാണ്. നമ്മുടെ കയ്യിന് 5 വിരലുണ്ട്. ആ 5 വിരലും ഉള്ളം കൈയിലേക്കാണ് ചേർന്ന് നിൽക്കുന്നത്. ഓരോ വിരലിന് 3 കെട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരാള് ഒരു വിരലിലൂടെ പ്രവേശിച്ചു, മിഖ്ദാർ അഖദ, ഒരു കെട്ട് വരെ. തുമ്മൻ ദഖല ഇലാ ശൈഇൻ ആഖറ, പിന്നീട് അടുത്ത വിരലിലേക്ക് മാറിയാൽ ഫസലക അലാ യദൈഹി മിഖ്ദാർ അഖദ, അതിലും ആദ്യത്തെ ഒരു കെട്ട് വരെ പ്രവേശിച്ചു. തുമ്മൻ ദഖല ഇലാ ആഖറ, പിന്നെ അടുത്ത വിരലിലേക്ക് മാറി ഫസലക അലാ യദൈഹി മിഖ്ദാർ അഖദ, ആദ്യത്തെ കെട്ട് വരെ പ്രവേശിച്ചു. ഇങ്ങനെ ആകുമ്പോ എന്താ സംഭവിക്കാറിയോ? ഫഖദ് ഔഖഫ നഫ്സഹു, ഒരാള് തന്റെ സ്വന്തം ശരീരത്തെ തടഞ്ഞു നിർത്തി, അനിസ്സൈരി, സഞ്ചാരത്തിൽ നിന്ന്. ആദ്യത്തെ കെട്ട് കഴിഞ്ഞ് അതേ വിരലിൽ തന്നെ രണ്ടാമത്തെ കെട്ടും കടന്ന് അതേ വിരലിൽ തന്നെ മൂന്നാമത്തെ കെട്ട് കടക്കുമ്പോൾ, ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും കടക്കുമ്പോൾ മാരിഫത്തായ കഫിലേക്ക്, ഉള്ളം കൈയിലേക്ക് അവൻ എത്തുമായിരുന്നു. ഇത് ഓരോന്നിൽ നിന്ന് അടുത്തതിലേക്ക് മാറുമ്പോ അവൻ വീണ്ടും വന്ന വഴിയെ തന്നെ ഇങ്ങനെ തോണി മാറി മാറി അല്ലെങ്കിൽ കപ്പൽ മാറി മാറി കയറി എന്നല്ലാതെ അവന് അവന്റെ മഖ്സൂദായ മാരിഫത്തിലേക്ക് എത്തുന്നില്ല. അതാണ് ബലൗ അന്നഹു ജഅല സുലൂക തിൽകൽ അഖദി കുല്ലിഹാ അലാ യദി ശൈഖിൻ വാഹിദിൻ, ഈ പ്രവേശനങ്ങളെല്ലാം ഒരൊറ്റ ശൈഖിലൂടെയാണെങ്കിൽ, അതായത് ഒരു വിരലിൽ നിന്ന് അടുത്ത വിരലിലേക്ക്, അതിൽ നിന്ന് അടുത്ത വിരലിലേക്ക് മാറുന്നതിന് പകരം അതേ വിരലിൽ നിന്ന് അടുത്ത കെട്ടിലേക്ക്, അതേ വിരലിൽ നിന്ന് പിന്നീടും അടുത്ത കെട്ടിലേക്ക്, അങ്ങനെ 3 കെട്ടും കഴിഞ്ഞാൽ ലകാന ദഖല ഹളറത്തുൽ കഫി, അവന് ഈ മുൻകൈയാകുന്ന ഈ ഉള്ളം കൈയിലേക്ക്, അതായത് അള്ളാഹുവിന്റെ തിരു ഹളറത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. അപ്പൊ ഇവനെന്താണ് ചെയ്തത്? ഫനഫദ ഉംറ ഹാദാ വഹു ഫീ അവ്വൽ ഉഖദ, ഇവൻ അവന്റെ ആയുസ് മുഴുവൻ 1ാമത്തെ കെട്ടിൽ കളഞ്ഞു, 2ഉം 3ഉം കെട്ടിലേക്ക് കടന്നില്ല. ഫഹാദാ സബബു മനഇൽ അഷ്യാഖി മുരീദഹും അയ്യുശ്രിക മഅഹും ഫിസ്സുലൂകി ഗൈറഹും. ഇതുകൊണ്ടാണ് മശായിഖന്മാർ അവരുടെ മുരീദുമാരെ മറ്റൊരു മുറബ്ബിയായ ശൈഖിനോട് പോയി തുടരരുത് എന്ന് പറയാൻ കാരണം. ഈ വലിയൊരു അറിവും മഹാനായ ഇബ്നു അറബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഈ വലിയ അറിവുകളുള്ളത് അൽ-യവാഖീത്ത് വൽ ജവാഹിറിന്റെ 1-ാം വാള്യം 41-ാമത്തെ പേജിലാണ്. മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് തന്നെ നാം എല്ലാം നമ്മുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ മുരീദുമാരാണ്. നാം ഈ വഴിയിൽ എത്തിയത് കൊണ്ട് തന്നെ
നമ്മുടെ ഉപ്പാപ്പയെ ബൈഅത്ത് ചെയ്തതിന് ശേഷം ഇനി മറ്റൊരു മുറബ്ബിയായ ഷെയ്ഖ് എന്നൊരു ചിന്ത തന്നെ നമുക്ക് പാടില്ല. അത് അഖലൻ പാടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്റിൽ എത്തിയവർ ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക. എത്താത്തവർ ജാതിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.